ഈ കരുണയുടെ സമയത്ത് കർത്താവിനോട് ചോദിക്കുന്നതെല്ലാം കർത്താവ് തരും. ഈശോ ഫൗസ്റ്റീനോട് പറയാണ്, ക്ലോക്കിൽ 3 മണി അടിക്കുന്നത് കേൾക്കുമ്പോഴെല്ലാം നീ എൻ്റെ കരുണയെ ആരാധിച്ച് പുകഴ്ത്തിക്കൊണ്ട് നീ അതിൽ പൂർണ്ണമായി മുഴുകി ലോകം മുഴുവനും വേണ്ടി, കഠിന പാപികൾക്ക് വേണ്ടി കരുണ യാചിക്കുക. ഈ നിമിഷമാണ് എല്ലാ ആത്മാക്കൾക്കും വേണ്ടിയുള്ള കൃപയുടെ വാതിലുകൾ തുറക്കപ്പെട്ടത്. ഈ മണിക്കൂറിൽ നിനക്കും മറ്റുള്ളവർക്കും വേണ്ടി നീ ചോദിക്കുന്നതെല്ലാം ലഭിക്കും. നീതിയുടെ മേൽ കരുണ വിജയം വരിച്ച സമയമാണത്. അപ്പോ ഈ 3 മണിക്ക് എന്ത് ചെയ്യണം? അത് വെളുപ്പിനെ ആണെങ്കിലും അത് ഉച്ച കഴിഞ്ഞാണെങ്കിലും 3 മണിക്ക് സമയം അനുവദിക്കുന്നിടത്തോളം എല്ലാം ഒന്ന് ഈ കരുണയെക്കുറിച്ച്, ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് പ്രാർത്ഥിച്ച്, കരുണയുടെ ജപമാല ചൊല്ലി അല്ലെ കരുണയുടെ പ്രാർത്ഥന ചൊല്ലി നമുക്കും മറ്റുള്ളവർക്കും വേണ്ടി കരുണ ചോദിക്കുക. ചെയ്യാൻ പറ്റുമോ? എവിടെയായിരുന്നാലും ചെയ്യാൻ പറ്റും. അത് വള്ളത്തിലിരിക്കും, ബോട്ടിലിരിക്കുമ്പോഴാണേലും ചെയ്യാൻ പറ്റും, വീട്ടിലിരിക്കുമ്പോഴാണേലും ചെയ്യാൻ പറ്റും. പറ്റില്ലേ? പറ്റും. എന്നിട്ട് ഈശോ പറയുകയാണ്, ഇനി സമയമുണ്ടെങ്കിൽ നീ കുരിശിന്റെ വഴി നടത്തുക. 3 മണിക്ക് സമയമുണ്ടെങ്കിൽ ഈ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുരിശിന്റെ വഴി നടത്തുക. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയി അല്പസമയം ഇരിക്കുക. ഇനി അതിനും കഴിഞ്ഞില്ലെങ്കിൽ നീ എവിടെ ആയിരിക്കുന്നോ അവിടെ അല്പസമയം എൻ്റെ കരുണയെ ആരാധിക്കുക. അപ്പൊ 3 മണി, ഇത് മറക്കരുത്. ചുരുക്കി പറയാൻ പോണ ഈ പറഞ്ഞ കാര്യങ്ങളെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ യേശുവിനെ ആരാധിച്ച് ദൈവകരുണ സ്വീകരിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്ന സമയമാണ്. അപ്പൊ അതിനു വേണ്ടി എങ്ങനെ ഒരുങ്ങണം? നിങ്ങൾ ഇപ്പോൾ തന്നെ പൂർണ്ണ കുംഭസാരം നടത്തുക. ചെയ്യാൻ പറ്റുമോ? പറ്റും. പൂർണ്ണ കുംഭസാരം നടത്തുക. നന്നായി അനുതാപത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുംഭസാരിച്ചതിന് ശേഷം പരിശുദ്ധ കുർബാന സ്വീകരിച്ച് യേശുവിനെ ആരാധിച്ചതിന് ശേഷം ദുഃഖ വെള്ളിയാഴ്ച ആഘോഷമായ കുരിശിന്റെ വഴിയും പ്രാർത്ഥനകളെല്ലാം ഉണ്ടല്ലോ, അതിലെല്ലാം പങ്കെടുത്തിട്ട് ദുഃഖ വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ 9 ദിവസങ്ങളുണ്ട്. ആ 9 ദിവസങ്ങൾ ദൈവകരുണയുടെ നൊവേന ചൊല്ലണമെന്ന് കർത്താവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എവിടെയാണ് ദൈവകരുണയുടെ നൊവേന? ഞങ്ങളുടെ കയ്യിലില്ലല്ലോ. അതും നമ്മുടെ അച്ഛന്മാരുടെ കയ്യിലേക്ക് അയച്ചു കൊടുക്കും. ദൈവകരുണയുടെ നൊവേന അത് പള്ളിയുടെ ഗ്രൂപ്പുകളിലും ഒക്കെ ഇടും. അപ്പൊ അത് കിട്ടുന്നിടത്തൊക്കെ എടുക്കുക. അതിൽ അറിയാത്തവർ അറിയാവുന്നവർക്ക് കാണിച്ചു കൊടുക്കുക, സഹായിക്കുക, എങ്ങനെയെങ്കിലും. ഇനി ദൈവകരുണയുടെ നൊവേന നിങ്ങൾക്ക് പുസ്തകമൊന്നും കിട്ടിയില്ല, ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ എല്ലാ ദിവസവും കുറെ കരുണക്കൊന്തകൾ ചൊല്ലിയും കുരിശിന്റെ വഴി നടത്തി ഒരുങ്ങുക. അത് ചെയ്യാൻ പറ്റുമല്ലോ? പറ്റും. അപ്പൊ ദൈവകരുണയുടെ നൊവേന അറിയാവുന്നവര് ഈ 9 ദിവസം ദൈവകരുണയുടെ നൊവേന ചൊല്ലി 16-ാം തീയതി ഈ ഛായാചിത്രത്തെ വണങ്ങി നന്നായിട്ട് കുമ്പസാരിച്ച് ഒരുക്കത്തോടാണ് ആയിരിക്കുന്നത്. പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് കരുണയുടെ ജപമാലയും ചൊല്ലി പ്രാർത്ഥിച്ച് അന്നേ ദിവസം ദൈവകരുണയെ ആരാധിച്ച് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചാൽ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ, നിങ്ങൾക്ക് 50 വയസ്സായെന്ന് വിചാരിക്കുക, ഇന്ന് വരെയുള്ള ജീവിതത്തിൽ നമുക്ക് വന്നുപോയ എല്ലാ പാപങ്ങളും ആ പാപത്തിൻ്റെ ശിക്ഷകളും ഈശോ തുടച്ചു മാറ്റി നമ്മളെ ഒരു വിശുദ്ധനും വിശുദ്ധയുമാക്കി മാറ്റും.